ഇന്നത്തെ ചിന്താ വിഷയം എന്താ? ഇന്ന് രാവിലെ തൊട്ടിട്ട് ഞാൻ ഒരാളുടെ ഒരു പുരുഷ കേസരിയുടെ വിടുവായുത്തം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെട്ടു. അതൊരു യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കഥാപാത്രമാണ്. ഞാനൊന്നും എൻ്റെ ശ്രദ്ധയിലൊന്നും പെടാറില്ല, ഞാൻ ശ്രദ്ധിക്കാറുമില്ല. കാരണം അത്രയും അങ്ങോട്ട് ഒരു നോട്ട് വർത്തി സംഗതി അല്ല, അത്രയും നോട്ട് വർത്തി പേഴ്സണാലിറ്റിയും അല്ല, ഒരു നോട്ട് വർത്തി പേഴ്സണാലിറ്റി ഒന്നുമല്ല കക്ഷിയുടേത്. അപ്പം ഞാൻ ഒന്നും കൂടി അദ്ദേഹം ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ വീരസ്യം പറയുന്നത് കേട്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു, വീണ്ടും പോയിട്ട് ഒന്ന് റീപ്ലൈ ചെയ്തു. എന്താ ഈ പറയണത്, ഒന്ന് കേൾക്കണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അയാളുടെ പേരെന്താ, ദാസേട്ടൻ കോഴിക്കോട് എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് പറയണത് ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട്. ആ പെൺകുട്ടിയുടെ പേര് രേണു സുധി എന്നാണ്. രേണു സുധീനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ തള്ളി കയറി വരുന്നത് കാണാം ഈ പെൺകുട്ടി ഈ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ. അതിൻ്റെ ഭർത്താവ് കൊല്ലസുധീനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല. ഈ പെൺകുട്ടി കൊല്ലസുധീരെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഭർത്താവാണ് കൊല്ലസുധി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെന്നോ മരിച്ചുപോയൊരു കഥാപാത്രമാണ്, മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഞാൻ നോക്കിയപ്പോൾ ഇയാൾ എന്തായി പറയണമെന്ന് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ കുട്ടി കാണിക്കുന്നതൊക്കെ കൊല്ലസുധിയുടെ മേലുല്ലാസത്തിലാണ് ഈ കുട്ടി കാണിക്കുന്നത് എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി കേൾക്കാത്ത തെറി ചീത്തപ്പേരും ഒന്നുമില്ല. ആ കുട്ടി എന്ത് കാണിച്ചാലും ആളുകളെ ആ കുട്ടിയെ തെറി ധിക്കാരം വിളിക്കുകയുള്ളൂ. അവൾ ഭർത്താവ് മരിച്ചിട്ട് വിധവയായിട്ട് ഇരിക്കണില്ല, അവളുടെ ബോഡി ഷേമിങ് നടത്തുക. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഭംഗിയില്ലാത്തവർക്ക് അഭിനയിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തിലെ തകരാറാണ് ഇന്ത്യക്കാരുടെ. ഇന്ന ആൾക്കാരെ അത് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ ഒരു ഫ്യൂഡൽ ഔട്ട്ലുക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നാം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സൗന്ദര്യ സങ്കല്പമാണ്. അത് ഇപ്പോഴും കുടയാൻ ശ്രമിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് എത്ര കുടഞ്ഞിട്ടും പോണും ഉണ്ടാവില്ല. ഈ പെൺകുട്ടിയെ ഇനി പറയാത്ത തെറി ധിക്കാരുമില്ല. അത്രയ്ക്കധികം അതിനെ ചെളിവാരി എറിയും. ഇവള് ആണുങ്ങളെ തൊട്ട് സംസാരിക്കുന്നു, ഇവള് തോന്നിയ പോലെ വടിമ തുണി ചുറ്റിയ പോലെയാണ് ഇവിടെ ഉള്ളത്. ഇവളുടെ വിചാരം ഇവൾ ഐശ്വര്യ റായി ആണ്, മറ്റേതാണ്. ഭംഗിയില്ലാത്തവർക്കിപ്പോൾ ഒന്നും അഭിനയിക്കാനും മിണ്ടാനും അണിഞ്ഞൊരുങ്ങാനൊന്നും പറ്റില്ലേ? വിധവയ്ക്ക് മര്യാദയ്ക്ക് ഒന്ന് പുറത്തിറങ്ങാനും സോഷ്യലൈസ് ചെയ്യാനും പറ്റില്ല എന്നൊക്കെ ആരാ പറഞ്ഞേക്കുന്നത്? അത് 21-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ കമൻസൊക്കെ പറയണത്. അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചപ്പോൾ ചോദിച്ചു, അയ്യോ ആ പെൺകുട്ടിയെ നമിക്കണം. ഇത്രയേറെ ചെളിവാരി എറിയലും ഇത്രയേറെ പരിഹാസവും കേട്ടിട്ട് ആ പെൺകുട്ടി പിടിച്ചു നിന്നല്ലോ. കാരണം അതിന് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറയുന്ന പോലെ ഈ കുട്ടിക്ക് നിവൃത്തിയില്ല. ഒരടി മുന്നോട്ട് വയ്ക്കാൻ വേറെ മാർഗമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനെ ആണധികാര സമൂഹത്തിൽ പുരുഷൻ നിർണ്ണയിക്കുന്ന പോലെ കാര്യങ്ങൾ വരുള്ളൂ, വിധിക്കുന്ന പോലെ കാര്യങ്ങൾ വരൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞ് ഈ കുട്ടി ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് സക്സസ് ആയപ്പോൾ ഈ ദാസേട്ടൻ കോഴിക്കോട് പറഞ്ഞിട്ട് ഞാനാണ് അതിൻ്റെ ക്ലെയിം അയാൾ എടുക്കും, ഞാൻ കൊണ്ടുവന്ന കുട്ടി അതിൻ്റെ അങ്ങനെ അദ്ദേഹം ആയിരിക്കാം തന്നെ. അങ്ങനെയാണെങ്കിൽ തന്നെ അതിനവിടെ ക്ലെയിം ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ അവകാശം സ്ഥാപിക്കാൻ പാടുള്ളതാണോ? അത് എന്തൊരു അല്പത്തോണ കാണിച്ചത് അദ്ദേഹം. എന്നിലൂടെ, അതൊക്കെ ഒരു ആണധികാരത്തിൻ്റെ സിമ്പിളാണ്. എന്നിലൂടെ വന്നു. ഇങ്ങനെ ആണുങ്ങൾ ഈ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയവും സാമൂഹികമായ എല്ലാ അധികാര സ്ഥിരാകേന്ദ്രങ്ങളൊക്കെ പിടിച്ചു വെക്കുമ്പോൾ അവരുടെ സഹായം തേടേണ്ടതായിട്ട് വരും, സ്വാഭാവികം. അത് കഴിഞ്ഞിട്ട് എന്നിലൂടെയാണ് സമർത്ഥിക്കുന്നതൊക്കെ അല്പത്വമല്ലേ? ആ കുട്ടി അവർ പറയുന്നത് അവൾ സഹിച്ച് അവളുടെ അതിജീവനമാണത്, അവളുടെ സർവൈവൽ സ്ട്രഗിളാണ്. അതിലവർക്ക് വിജയം കണ്ടു. ഇപ്പം എല്ലാവരും പറയുന്നു, ആ നടി വന്നത് ഇന്നാളുടെ കെയർ ഓഫിലാണ്, അയാളുടെ കൂടെ കിടക്ക പങ്കിട്ടിട്ടാണ്. 2 പ്രാവശ്യം കിടക്ക പങ്കിട്ട് റോള് കിട്ടും. കഴിവില്ലെങ്കിൽ സൊസൈറ്റി സ്വീകരിക്കുമോ? സമൂഹം സ്വീകരിക്കുമോ? പ്രേക്ഷകർ സ്വീകരിക്കുമോ? അപ്പോൾ അവർക്ക് വെറുതുണ്ടായ പെണ്ണിനും ഇത്തരം പുരുഷന്മാരെ കാല് പിടിച്ചിട്ട് കടന്നു വരാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു ദുഃഖകരമായൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ
അവകാശവാദം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അറപ്പ് തോന്നി. അതാണ് എനിക്കിപ്പോൾ ഇന്ന് തോന്നി. ഇങ്ങനെ പറയാമോ? ഒരു പെൺകുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ആൾക്കാരെ ചെളിവാരി എറിഞ്ഞിട്ട് 2 മക്കളെ നോക്കണം, വീട്ടിലെ അച്ഛൻ്റെ രോഗമൊക്കെയുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ അഭിനയിച്ചെന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്, ദാസേട്ടൻ കോഴിക്കോട്. വസ്തുതയൊക്കെ മറ്റേതൊക്കെ തന്നെയായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ശരിക്കും നമുക്ക് വേണ്ടതുമാണ്. നമ്മൾ ജീവിതത്തിൽ അത് പാലിക്കേണ്ടതുമായ സംഗതി തന്നെയാണ്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് നമ്മുടെ സമാധാനത്തിന് നമ്മളാണ്. പിടിച്ചു വാങ്ങൽ എവിടെയും പാടില്ല. അത് തള്ളി പറയുകയാണെങ്കിൽ, രേണുസുതി തള്ളി പറയുകയാണെങ്കിൽ ഓക്കെ. ഇതല്ല, വെറുതെ നിൽക്കുമ്പോൾ ഞാനാണ് കൊണ്ടതെന്ന് വിളിച്ച് പരസ്യ പ്രസ്താവന ചെയ്യാന്ന് പറഞ്ഞത് ഇത്ര ചെയ്യുന്നതിനോളം അല്പത്തം വേറെ ഒന്നുമില്ല. അവൾക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ അവളെ കൂട്ടിയതും അത് സക്സസ് ആയതും. കഴിവില്ലാത്തൊരു പെണ്ണിനെ ഇദ്ദേഹം കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ കഴിവുള്ള പെൺകുട്ടിയാണ്. ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ഒരു പട്ടത്തിൻ്റെ നൂല് കയ്യിൽ വെക്കുന്ന പോലെ പിടിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. നൂല് എൻ്റെ കയ്യിലിരിക്കട്ടെ, നീ അങ്ങോട്ട് പറന്നു വെക്കോ, എല്ലാത്തിനും ഞാനാണ് നിൻ്റെ സക്സസിൻ്റെ ഉത്തരവാദി ഞാനാണ്, അതുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ നീ എന്നോട് കടപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. അത് വളരെ മോശമായിപ്പോയി.